കുഞ്ഞായ്മ കുറുപ്പേ ഒന്ന് എഴുന്നേക്കണോ? നേരം എടുത്തു നാളെ വിടണ്ടേ? വേണം വേണം. പാത്തുമ്മ പാത്തുമ്മ അവൾ എവിടെ പോയി? പണിക്കരെ, ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽ പാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അടിച്ചോണ്ട് പോയാ? അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാൻ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പണിക്കരെ. അനങ്ങിപ്പോരും. നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നു? അതെ അതെ, ആന. ആനയോ? അതെ, ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്തെത്തിയപ്പോ ഒരു ഒറ്റയാൻ റോഡ് നടുവ് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ, പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതല്ലേ, ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്നും വല്ലതും കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. വന്നാട്ട് പോവാം. വരൂ, പോവാം. വരണം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിക്കും. ഞങ്ങൾ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുവരാം. നല്ല വിശപ്പുണ്ടാകും തോന്നുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. വിശ്രമിക്കൂ. പാടുക. ആപത്തായെന്നാ തോന്നുന്നു. ഇവർ നമുക്ക് വല്ല വിഷവും തരുമോ രാജേട്ടാ? വിഷം തന്നാലും തിരക്കേടില്ല. ഇത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവർ ആരാ രാജേട്ടാ? ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായത്? ഗഞ്ചാവ് ചെടികളാണ്. സർക്കാർ അറിയാതെ നിയമവിരുദ്ധമായി കാടിനുള്ളിൽ നടത്തുന്ന കൃഷിയാണിത്. ഇവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് ഇവന്മാർ നമ്മളെ ജീവനോടെ വിടുമെന്ന് തോന്നുന്നു. ഈശ്വര, നമ്മളിൽ എന്ത് ചെയ്യും? അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വരൂ. നിൽക്കവിടെ. അങ്ങനെ മിണ്ടാതങ്ങ് പോയാലോ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. പോകണമെന്ന് നിർബന്ധമാണ്. നീ പറ്റൂ. ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടിനാണ്. എന്താ, വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധവുമില്ല. വളരെ സന്തോഷം. ഇതാ, ഇത് കൊണ്ടുപോയി കുടിച്ചോ. വാടി.
ഏയ് സാരമില്ല, വരൂ പോകാം. നമുക്കിത് കിട്ടണം പണിക്കരെ. വഴിയേ പോയ വയ്യാവേലിയായിരുന്നു, നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു. ഓരോ പ്രായത്തിൽ തോന്നേണ്ടതേ തോന്നാവൂ, അല്ലാത്ത ഒന്ന് തോന്നി അതിനിതൊക്കെ ശിക്ഷയും കിട്ടി. ദാ വരുന്നു. അത് പാത്തുമേ. പാത്തുമ്മയല്ല, ഇൻസ്പെക്ടർ അവന് ഭാര്യ. എന്താ കുറിപ്പേ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നു? ഉത്തരവ്. ഒരു സംശയം. ചെയ്തിരുന്നോ എന്നാണോ? അല്ല, ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ല് ഇരിപ്പുണ്ടോ ഏമാനെ? പാത്രത്തിന്റെ ബില്ലോ? അതെന്തിനാ? ബില്ല് പോയെങ്കിൽ അതിന്റെ വില പറഞ്ഞാലും മതിയേ. എന്താ പണിക്കരെ, ആന്റി കറപ്ഷൻകാർ ആരെങ്കിലും വന്നിരുന്നോ? അവരല്ലേ ഏമാനെ, വേറൊരു കറപ്ഷൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അടുക്കളയിലുണ്ടായിരുന്ന സ്റ്റീൽ പാത്രമൊന്നും കാണുന്നില്ല. കൊച്ചമ്മ ക്ഷമിക്കണം, ഇവിടെ ഒരു രക്ഷി വന്നിരുന്നു. രക്ഷിയോ? ഇവിടെ ഉള്ളപ്പോഴോ? പിന്നെ ഇൻസ്പെക്ടർ ആണെന്നൊന്നും നോക്കൂല. ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ഏമനെ നടന്ന് പറയാം. പുറപ്പെട്ടു പോകുന്നവളാണെന്നും പറഞ്ഞു ഒരു ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? ഇവിടെ എന്തിനു വന്നു? പറയത്തിരി, പറയണോ കുറുപ്പേ? ബാക്കി പറയണമെങ്കിൽ ഏമാൻ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഉറപ്പോ? ഞങ്ങളുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എഴുന്നേക്കില്ല. അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, രണ്ടുപേരും കൂടെ എന്റെ കാൽക്ക് തന്നെ വീണത്. എടോ, ആരെങ്കിലും ഒരാൾ എടീട്ടെ അവിടെ കാൽക്കൽ വീട്. ഇവിടെ വന്നതാണെന്ന് പറയണ കുറിപ്പേ. ഏമാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ രഹസ്യം പറയില്ല. രക്ഷിയാണേലും വന്നു പോയില്ലേ, രക്ഷിച്ച സംഭവിച്ചെന്താണെന്ന് പറയൂ. ഏമാൻ ക്ഷമിക്കണം, ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി. പോലീസിന് പിടികൊടുക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദമെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ സഹോദരി ശ്രീദേവി. എന്നിട്ടും എന്റെ കാര്യം ഓർമ്മയില്ല അല്ലേ? ജയലക്ഷ്മി എന്നോടൊന്നിച്ചില്ലേ? പക്ഷേ എന്റെ ശ്രീദേവിക്ക് ആയിരിക്കുന്നു. ശ്രീദേവിയോട് എനിക്ക് അസൂയ തോന്നുന്നു. കാര്യം? ഇത്രയേറെ സ്നേഹനിധിയായ ഒരു സഹോദരനുള്ള സഹോദരി ഭാഗ്യവതിയാണ്. ഇത് അസാധാരണമായ സ്നേഹമാണ്. ശരിയാണ്. കുട്ടിക്കാലം മുതൽ അവളെ ഞാനാണ് വളർത്തിയത്. അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ഞാനായിരുന്നു. ഞാൻ റെഡി. ഉപകാരം. ഇതിനെങ്കിലും സമയം കിട്ടിയല്ലോ. ചേട്ടന് വേണ്ടി മറ്റാരെങ്കിലും ആഹാരം കഴിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ആശ്വാസമായിരുന്നു, ഇല്ലേ ചേട്ടാ? അതിനല്ലേ എനിക്ക് എന്റെ കൊച്ചനുജത്തിയുള്ളത്. മതി മതി, വല്ലതും കഴിച്ചാട്ടെ. റൊട്ടി കയ്യിലെടുത്തതേ ഉള്ളൂ, രോഗം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ വരുന്നു പറയും മാധവിയമ്മേ. വേണ്ട മാധവമ്മേ, ആരായാലും കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. മനുഷ്യന് കാപ്പി കുടിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ? ഞാൻ വരുന്നു പറയും മാധവിയമ്മേ. വേണ്ട മാധവമ്മേ, ഇവിടെ നിൽക്കൂ. ആഹാരം കഴിക്കാൻ കൂടി സമ്മതിക്കില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളും മനുഷ്യൻ തന്നെയാണ്. ഓ, ഡോക്ടറായിരുന്നോ? ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ? യാതൊരു കാരണവശാലും ക്ഷമിക്കരുത്. എങ്കിൽ അകത്ത് വന്നിരിക്കൂ. ഡോക്ടർ, ചേട്ടൻ കാപ്പി കുടിക്കുക, ഇപ്പൊ വരും. എനിക്ക് തീർക്കമില്ല. ഹലോ ഡോക്ടർ മോഹൻ, ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവളെന്താ ഡോക്ടർ മോഹൻ ശാന്തി പിടിക്കായിരുന്നു? ഡോക്ടർമാർക്കും വിശപ്പും ദാഹവും ഉണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്താ ഇല്ലായിരിക്കും? സമ്മതിച്ചു. നീ പോയി ആദ്യം നിന്റെ വിശപ്പ് മാറ്റിയിട്ട് വാ. അല്ല, ഇതെന്താ കയ്യില്? ഐ എം സോറി. വിശേഷിച്ചെന്തെങ്കിലും? ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെയും കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞയച്ചതാണ്. ഐ സി. കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഡോക്ടർക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മൈ ഗാഡ്, ഈശ്വരന്റെ കാര്യം ഒരു മറന്നു. ഇസ് ദ കേസ് സോ സീരിയസ്? ഐ തിങ്ക് സോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്.
എന്താ മോന്റെ പേര്? ബൈജു. ഓ, നല്ല പേരാണല്ലോ. എന്താ മോന്റെ അസുഖം? അമ്മ പറയുന്നു എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്തോ സുഖക്കേടാണെന്ന്. ഏയ്, മോനൊരു സുഖക്കേടുമില്ല. നേരാ ഡോക്ടർ, ഈ അമ്മ വെറുതെ കള്ളം പറയുന്നതാ. ഏതായാലും നമുക്കൊരു എക്സ്റേ എടുക്കാം, രക്തവും പരിശോധിക്കാം. എന്തു പറയുന്നു? അതൊക്കെ വേണോ ഡോക്ടർ? അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. എന്താ? ഓ, ഞാൻ റെഡി. നോക്കുന്നു മോനെ. ഏയ്, സാരമില്ല, തീർന്നു. കൗണ്ട് എങ്ങനെ ഇരിക്കുന്നു? ഹൈ കൗണ്ടാണ്. കറക്റ്റ് ഡോക്ടർ. ഇത് കണ്ടോ മോഹൻ, ഇവിടെ ശ്രദ്ധിക്കണം. ഇതും അങ്ങനെ തന്നെ. എന്റെ ബൈജുമോനെ രക്ഷിച്ചു തരുമോ ഡോക്ടർ? രക്ഷിച്ചു തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഡോക്ടർ, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് ഉടനെ ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ച ഇവിടെ താമസിച്ച് ചില ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞയച്ചത്. ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ ചെയ്യാം. കമാൺ മോഹൻ. എന്തോന്ന് മതയാരോ അതോ ഭദ്രവാളിയോ? ആരാണെന്ന് അറിയണോ നിനക്ക്? വേണ്ടാത്തടത്തെല്ലാം കയറി പിടിച്ച് ശ്വാസം മുട്ടിച്ചേച്ച് പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് വേഗം കയറി വാ. കണ്ടോ അവിടെ? കൊളം അവിടെ? കൈതക്കാട് അവിടെ? അയ്യോ, ചതിച്ചോ ദൈവമേ, വഴി തെറ്റിയോ? എന്താ സംഭവം? ഇതെവിടാ? ഇത് ക്ഷേത്രനട ബസ് സ്റ്റോപ്പ്. അതല്ലെന്ന്, ഈ നാടേതാ? ഇത് പാണ്ഡനാട്. അപ്പൊ ചെമ്പനാടോ? അത് അവിടെ ചെന്നാലേ കാണാൻ പറ്റൂ. ഇവിടുന്ന് ഒരു 30 മൈൽ ദൂരമുണ്ട്. ചതിച്ചോ ദൈവമേ, വണ്ടി കയറിയപ്പോ മുതല് ചെമ്പനാടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നിട്ട് അവസാനം എന്നെ പാണ്ഡനാട്ട് വിട്ടു. ദുഷ്ട, കണ്ടിട്ടോ ദുഷ്ട. ഇനി അടുത്ത വണ്ടി എപ്പോഴാ സഹോദരന്മാരെ? ചമ്മനാട്ടേക്ക് ഇന്ന് വണ്ടി ഇല്ലേ സഹോദരി? നാളെ രാവിലെ ഒരെണ്ണം വരും. അതാണ് നാളെ രാവിലെയോ? അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ മുഖത്തോടെ നോക്കിയാൽ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യണമെന്ന് പറയണം. അതെന്തിനാ ഞങ്ങൾ പറയുന്നത്? ചെന്ന് വണ്ടിക്കാരോട് ചോദിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, സമാധാനം ഉണ്ടാക്കും. എന്ത് പറ്റി? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പ്രസിഡന്റ്. എന്റെ അനീസര് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ചെമ്പനാട്ടേക്ക് ടിക്കറ്റ് എടുത്തതാ. എന്നിട്ട് വണ്ടിക്കാർ കൊണ്ടുവന്ന് പാണ്ടനാട്ട് ഇറക്കി വിട്ടേച്ചപ്പോ കളഞ്ഞു. ഞാനിനി എന്തോ ചെയ്യും? ഇന്നിനി വണ്ടിയില്ലെന്ന് പറയുന്നു. ശരീരത്തിൽ ഇത്തിരി പൊന്നുമുണ്ട്. അത്രേ ഉള്ളൂ. സമാധാനമുണ്ട്. നിങ്ങളെപ്പോലെ 15 പേർ കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ ബംഗ്ലാവിലുണ്ട്. അവിടെ ഞാനും എന്റെ ഭാര്യയും വേലക്കാരും മാത്രമേ ഉള്ളൂ. വന്നാട്ടെ, നാളെ രാവിലെ പോയാൽ മതി. വരും. പ്രസിഡന്റ് ഈ സമയത്തിലേ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. പൊയ്ക്കോ. പെറ്റിയെടുക്കാൻ ആൾ വേണോ? അയ്യോ, അത് വേണ്ട, ഞാൻ എടുത്തോളാം. ശരി, എങ്കിൽ വരും. എങ്കിൽ സഹോദരന്മാരെ എല്ലാരോടും കൂടി വരട്ടെ. വരൂ. ഈ പ്രസിഡന്റ് ഇപ്പോഴും ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പരിപാടി ഉണ്ടായിരുന്നിരിക്കാം. വന്നിറങ്ങി. പിന്നെ നമ്മൾ ഇവിടുന്ന് എന്തിന്? ഏതായാലും പോയില്ലേ, പോട്ടെ.